2022 വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ. നമുക്കറിയാം, നമ്മൾ 2022 കേരള വാട്ടർ അതോറിറ്റിയുടെ കോഴ്സ് എൻട്രിയിൽ ലോഞ്ച് ചെയ്യുകയും അതുവഴി പഠിച്ച് ഒരുപാട് പേർക്കും കേരള വാട്ടർ അതോറിറ്റി ജോലി കിട്ടുകയും തുടർന്ന് വന്ന PCB AE പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയ്ക്കും ഏകദേശം സിമിലർ ആയിട്ടുള്ള സിലബസ് ആയതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ച് ആ ലിസ്റ്റിലും കയറി പറ്റാനായിട്ട് സാധിച്ചു. സോ നമ്മുടെ 2022 നോട്ടിഫിക്കേഷൻ വന്ന വാട്ടർ അതോറിറ്റിയുടെ ലിസ്റ്റ് ഇറ്റ് ഇസ് ഗോയിങ് ടു എക്സ്പയർ. അത് എക്സ്പയർ ആവാൻ പോവുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം നമ്മൾ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ ഈ 3 ബ്രാഞ്ചുകാർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, സിവിലുകാർക്ക് സ്ഥിരം എക്സാംസ് ഉള്ള ഒരു ബ്രാഞ്ചാണ്. പക്ഷേ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ, എസ്പെഷ്യലി കെമിക്കൽ, അങ്ങനെ എപ്പോഴും എക്സാംസ് വരത്തില്ല. സോ ആ 2 ബ്രാഞ്ചിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈവൻ തോ വേക്കൻസീസ് സിവിലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിൽ പോലും വളരെ വലിയൊരു അവസരമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയും. സോ ഈ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് എന്താണ്, അത് കഴിഞ്ഞ വർഷം എങ്ങനെ പരീക്ഷ നടന്നു, ഈ പരീക്ഷയുടെ കട്ട് ഓഫ് എത്രയായിരുന്നു, റാങ്ക് ലിസ്റ്റിൽ ആരൊക്കെ ഫസ്റ്റ് റാങ്ക് വന്നു, അതിൽ ഫസ്റ്റ് റാങ്ക് വന്ന ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് എത്രയാണ്, ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക് എന്തായാലും ആകാംക്ഷ ഉണ്ടാവും അല്ലേ? കാര്യം നിങ്ങൾ ആ ഒരു പരീക്ഷയെ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് കഴിഞ്ഞ പരീക്ഷ എങ്ങനെയായിരുന്നോ എന്ന് അനലൈസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്കൊരു 6 മാസം അല്ലെങ്കിൽ 7 മാസമാണ് ഇനി നമ്മുടെ ഒരു വാട്ടർ അതോറിറ്റി എയുടെ നോട്ടിഫിക്കേഷൻ വരാനുള്ള കാലയളവ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി നോ എന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിവിൽ ബ്രാഞ്ചിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് പരീക്ഷകൾ വരുന്നത് കൊണ്ട് തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ എല്ലാ ടോപ്പിക്കും അവർക്ക് തറവായിരിക്കും. പക്ഷേ മെക്കാനിക്കലും കെമിക്കലും അവരെ സംബന്ധിച്ച് വേറെ 2 ബ്രാഞ്ചുകളും ആ ടോപ്പിക്കുകൾ വളരെ പുതിയതുമായിരിക്കും. അപ്പോൾ തന്നെ പഠിച്ചെടുക്കാൻ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കത് തനിച്ച് ബുക്ക് വായിച്ച് ഏതാണ് ഇമ്പോർട്ടൻറ്റ്, എങ്ങനെ ചോദ്യം ചോദിക്കും എന്ന് പല കൺഫ്യൂഷനുണ്ട്. അപ്പോൾ വേറെ ബ്രാഞ്ചിൻ്റെ ടോപ്പിക്സ് വരുന്ന എക്സാംസ് എപ്പോഴും നമ്മൾ ഒരു എക്സ്പേർട്ട് പാനലിൻ്റെ കീഴിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയാണ് ഈ 3 ബ്രാഞ്ചിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ ഡെലിവർ ചെയ്യുന്നത് കേരള വാട്ടർ അതോറിറ്റി എയ്ക്ക് വേണ്ടിയിട്ട്. സോ ഏത് ബ്രാഞ്ചിലാണ്, ഇപ്പോൾ മെക്കാനിക്കൽ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ മെക്കാനിക്കൽ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും കെമിക്കലും സിവിലും സ്ട്രോങ് ആവാതെ ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ പരീക്ഷ ക്ലിയർ ചെയ്യണമെങ്കിൽ ബാക്കി 2 ബ്രാഞ്ചിൻ്റെ നോളജ് വേണം. ആ നോളജ് കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് എക്സ്പേർട്ടിൻ്റെ കീഴിൽ ഗൈഡൻസ് എടുത്തേ മതിയാവും. നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ അനാലിസിസിലേക്ക് പോവാം. ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റി എയുടെ ക്വാളിഫിക്കേഷനായിട്ട് കേരള PSC കഴിഞ്ഞ തവണ വന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നത് BSc ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് സിവിൽ മെക്കാനിക്കൽ ഓർ കെമിക്കൽ ഓഫ് ദ കേരള യൂണിവേഴ്സിറ്റി, അതായത് സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ മദ്രാസ് യൂണിവേഴ്സിറ്റി ഒക്കെ നമുക്ക് ഇക്വലൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഇൻ ഡിപ്ലോമ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ ഇന്ത്യ സിവിൽ, മെക്കാനിക്കൽ ഓർ കെമിക്കൽ, അത് AMIക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ് കേരള വാട്ടർ അതോറിറ്റി എ എന്ന് പറയും. ഇനി ഓരോ ബ്രാഞ്ചിലും നമ്പർ ഓഫ് വേക്കൻസീസ് നിശ്ചിതമാണ്, അത് വേറെ കാര്യം. ഓക്കെ, അപ്പം നമുക്ക് കഴിഞ്ഞ വാട്ടർ അതോറിറ്റിയുടെ ലിസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ലിസ്റ്റ് ഇതാണ്, അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ 2ാമത്തെ റാങ്കുകാരനെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ തന്നെ സിവിലിലെ ഫാക്കൽറ്റി ആയിരുന്നു നന്ദു. അപ്പം നമ്മുടെ 2ാമത്തെ റാങ്ക് ഹോൾഡറാണ് കേരള വാട്ടർ അതോറിറ്റി എയിലെ. അപ്പോൾ നമുക്ക് അദ്ദേഹം ജോയിൻ ചെയ്തു ഓൾറെഡി. അപ്പം കേരള PSCയിലെ നമ്മുടെ റാങ്ക് ലിസ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ വാട്ടർ അതോറിറ്റി എയിലെ. അപ്പോൾ നമുക്ക് കാറ്റഗറി നമ്പർ 137/2022 ആയിരുന്നു. 2022 നോട്ടിഫിക്കേഷൻ വന്നത്. നമുക്ക് ലിസ്റ്റ് വന്നത് 2023. നിങ്ങൾ നോക്കിക്കോളൂ, ഒരു വർഷത്തെ ഗ്യാപ്പിനുള്ളിൽ പരീക്ഷ നടന്നു, ലിസ്റ്റും വന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗ്യാപ്പേ നമുക്ക് പഠിക്കാൻ കിട്ടത്തുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ ലിസ്റ്റ് നിലവിൽ വന്നത് 16/9/2023. നമുക്കറിയാം കേരള PSC റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. സോ 2026 9th മന്ത് ഇതെന്ത് ചെയ്യും, എക്സ്പയർ ആവും. അപ്പോൾ അതായത് അടുത്ത വർഷം നമുക്ക് ഈ ഒരു പരീക്ഷ നടക്കണം. അതായത് 2026 അത് എക്സ്പയർ ആകുമെങ്കിൽ 2025 ഡിസംബറിൽ കൂട്ടത്തോടെ നോട്ടിഫിക്കേഷൻ വരുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. ഡിസംബറിൽ നിങ്ങൾക്കറിയാം PSC മാസമായിട്ട് അതിൻ്റെ അതായത് 2026 നടക്കാനുള്ള പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻസ് പബ്ലിഷ് ചെയ്യും. അതിനൊപ്പം തന്നെ ഈ കേരള വാട്ടർ അതോറിറ്റി നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസംബറിൽ വരുന്ന നോട്ടിഫിക്കേഷൻസിൽ എന്തായാലും കേരള വാട്ടർ അതോറിറ്റി ഒരു 80% മേലെ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി മെയിൻ ലിസ്റ്റിലേക്ക് വരാം. മെയിൻ ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് 69, സെക്കൻഡ് 67, 66. അപ്പം
ഏറ്റവും ഉയർന്ന റാങ്ക് നേടണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് റേഞ്ച് 65+ ആണ്, അല്ലെങ്കിൽ ചിലപ്പം ഇനി വരുന്ന പരീക്ഷയ്ക്ക് 70+ ആവാം. കാര്യം ഇത് കുറച്ചുകൂടെ മുന്നേ നടന്ന ലിസ്റ്റാണ്. കോമ്പറ്റീഷൻ ലെവൽ മാറും, ഉദ്യോഗാർത്ഥികളുടെ കാലിബർ മാറും, പ്രിപ്പറേഷൻ ചെയ്യുന്ന രീതി കൂടും, ടീച്ചേഴ്സും കുറേ ഇമ്പ്രൂവ് ആവും അല്ലേ. വർഷങ്ങൾ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ ഈ വർഷം പഠിപ്പിച്ച പോലെ അടുത്ത വർഷം പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഓഫ് കോഴ്സ് കൂടുതൽ നമ്മൾ പഠിക്കും. കഴിഞ്ഞ പരീക്ഷയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചത് മേഖല വേറെ ആണെങ്കിൽ അതിലേക്ക് പോയി പഠിക്കും. അപ്പോൾ എന്തായാലും ചിലപ്പോൾ 70+ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യ റാങ്കുകളിലാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. ആദ്യ റാങ്കുകളിൽ, അതായത് സിംഗിൾ ഡിജിറ്റ് റാങ്ക് അല്ലെങ്കിൽ ഡബിൾ ഡിജിറ്റ് റാങ്ക് കിട്ടിയാലുള്ള സേഫ് സോൺ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ അഡ്വൈസുകളിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. പിന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യിക്കാനുള്ള ബാക്കി ബാക്ക് വർക്ക്സ് ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പം നിങ്ങൾക്കൊരു 70+ മാർക്ക് ഉണ്ടെങ്കിൽ നല്ല സിംഗിൾ ഡിജിറ്റ് റാങ്ക് കിട്ടും. അപ്പോൾ അതാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് തന്നെ 70+ മാർക്ക് എന്നുള്ള ടാർഗറ്റ് നിങ്ങൾ പഠിക്കുന്ന ടേബിളിൻ്റെ മേലിൽ ഒട്ടിച്ച് വെച്ച് ടാർഗറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു എക്സാം തന്നെയാണ് കേരള വാട്ടർ അതോറിറ്റി എ എന്ന് പറയും. ഓക്കെ, ഇനി കട്ട് ഓഫ് മാർക്ക് നോക്കാം. കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 47.33, 47.33 ആയിരുന്നു വാട്ടർ അതോറിറ്റി എയുടെ കട്ട് ഓഫ്. നോർമലി നമ്മുടെ PSC സിവിലിൻ്റെ മിക്ക ബ്രാഞ്ചിൻ്റെയും കട്ട് ഓഫ് വരുന്നത് 45ക്കും 50ക്കും ഇടയ്ക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഇതും 47.33 ആയിരുന്നു നമ്മുടെ കട്ട് ഓഫ്. അതായത് 47.33ക്ക് മേലെ മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് വാട്ടർ അതോറിറ്റി എയുടെ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന നമ്പർ ഓഫ് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 208 ആണ്. 208 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 40 പേര്, 40ഓളം പേരാണ് ഉണ്ടായിരുന്നത്. അത് ഓരോ ലിസ്റ്റുകളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 70, 40 അങ്ങനെ, അതായത് ഒരു ഏകദേശം ഒരു 30-40 റേഞ്ചിലാണ് ഓരോ കമ്മ്യൂണിറ്റി. ചില കമ്മ്യൂണിറ്റിയിൽ അതിലും കുറവുണ്ടായിരുന്നു. അപ്പം നമുക്ക് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 208 ആണ്. സപ്ലിമെൻ്ററി എന്ന് പറയുന്നത് ടോട്ടലി നമുക്കൊരു ഓരോ കമ്മ്യൂണിറ്റിയും കൂടെ വെച്ചിട്ടൊരു 60-80 ആ റേഞ്ചിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. കട്ട് ഓഫ് 47.33, മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 208 ആണ്. അപ്പോൾ ഈ 208 പേർക്ക് എത്ര പേർക്ക് ഇതുവരെ ജോലി ലഭിച്ചു, അതായത് കറണ്ട് അഡ്വൈസ് ഡീറ്റെയിൽസ് എന്താണ് ഈ ലിസ്റ്റിൻ്റെ എന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16/9/2023 വാട്ടർ അതോറിറ്റി എയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ആൻഡ് ടിൽ ഡേറ്റ്, അതായത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് വന്നിരിക്കുന്നത് 31/5/2025 ആണ്. അതായത് മെയ് മാസത്തിൽ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് പോയി. മെയ് മാസം ലാസ്റ്റോട് പോയി. ഇപ്പോഴും അഡ്വൈസസ് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ടോട്ടൽ അഡ്വൈസ് പോയത് 150 ആണ്. അതായത് 208 പേരുള്ള ലിസ്റ്റിൽ 150 പേർക്കും 150 ആൾക്കാർ, മെയിൻ ലിസ്റ്റാണ് നമുക്ക് 208 പേര്, 150 നമ്പർ ഓഫ് അഡ്വൈസസ് പോയി. ഇനി എത്ര റാങ്ക് വരെ പോയിട്ടുണ്ടെന്ന് നോക്കാം. നമുക്ക് ഓപ്പൺ കാറ്റഗറി 115ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയല്ലോ. 208 പേരടങ്ങിയ ലിസ്റ്റാണ്. അതിൽ പകുതിയോളം വന്നാൽ പോലും നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ജോലി കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം വേക്കൻസി ഇല്ലാതെ എന്തായാലും അത്രയും വേഗം അഡ്വൈസസ് പോവുകയും ജോലി കിട്ടുകയും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ അതോറിറ്റി ആയിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടിൽ നൗ 115ഓളം അഡ്വൈസ് നമുക്ക് പോയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് പോയിട്ടുള്ളത് 150 ആണ്. അതിൽ ഓപ്പൺ കാറ്റഗറി പോയിരിക്കുന്ന റാങ്ക് 115 ഈഴവ 116, SC നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റ് നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, ST 8 സപ്ലിമെൻ്ററി ലിസ്റ്റ് തന്നെയാണ്. മുസ്ലിം 136, LC വെയിറ്റിംഗ് നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് 5 വരെ പോയിട്ടുണ്ട്. OBC 14 ആണ്. OBC 114 പോയിരിക്കുന്നത്. അത് ഓപ്പൺ കാറ്റഗറിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അത് ആ റൊട്ടേഷൻ ചാർട്ടൊക്കെ അനുസരിച്ചുള്ളതാണ്. വിശ്വകർമ്മ 161, അങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ച് നമുക്ക് പോയിട്ടുള്ളതിൽ ടോട്ടൽ അഡ്വൈസ് 150 ആണ്. ഓക്കെ, അപ്പോൾ വാട്ടർ അതോറിറ്റി എയുടെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഇൻ ഡീറ്റെയിൽ ഞാൻ ടോപ്പിക്സും ക്വസ്റ്റ്യൻസും എടുത്ത് അനലൈസ് ചെയ്യുന്ന വേറെ വീഡിയോസ് നമുക്ക് അപ്കമിങ് ഡേയ്സിൽ വരും. ഇപ്പോൾ ജസ്റ്റ് ഒരു രൂപരേഖ പറയുന്നേ ഉള്ളൂ. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്, അതായത് അത് ടോപ്പിക്സ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ വാട്ടർ അതോറിറ്റി സിലബസ് എന്നാണ് പറയുന്നത്. കേരള വാട്ടർ അതോറിറ്റി സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഈ 3 സ്ട്രീമിൽ നിന്നും ചോദ്യങ്ങളുണ്ടാവും. അഡീഷണലി നമുക്ക് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് ഒരു മൊഡ്യൂള് കഴിഞ്ഞ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോബ് എന്താണ്, വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ്. വാട്ടർ അതോറിറ്റി എന്താ ചെയ്യുന്നത്, വാട്ടർ സപ്ലൈ ചെയ്യുന്നു. അതായത് വാട്ടർ ബില്ലെടുക്കുന്നത് എങ്ങനെയാണ്, ബില്ലെടുക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ മീറ്ററിനെ കുറിച്ച്, അങ്ങനെയുള്ള ജോബ് റിലേറ്റഡ് കുറച്ച് ടോപ്പിക്സും കൂടി നമുക്ക് അഡീഷണലി സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം വന്ന സിലബസിൽ നമുക്ക് സിവിലിന് വെയിറ്റേജ് കൂടുതലും മെക്കാനിക്കലും കെമിക്കലിനും വെയിറ്റേജ് കുറവുമായിട്ടായിരുന്നു പബ്ലിഷ് ചെയ്തത്. പിന്നെ മെക്കാനിക്കൽ കെമിക്കൽ ഉദ്യോഗാർത്ഥികൾ അതിൽ പ്രതിഷേധമായി മുന്നോട്ട് വന്ന സാഹചര്യത്തിലാണ് PSC സിലബസ് മാറ്റി പ്രസിദ്ധീകരിച്ചത്. പരീക്ഷയുടെ വളരെ അടുത്തായിരുന്നു സിലബസ് മാറ്റിയത്. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ വെയിറ്റേജ് എന്ന രീതിയിലും അഡീഷണലി നമുക്ക്
എന്താണ് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്ന പുതിയ ഒരു മൊഡ്യൂളും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് PSC വാട്ടർ അതോറിറ്റി എയുടെ സിലബസ് പബ്ലിഷ് ചെയ്തത്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും ഈ സിലബസ്, അതായത് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്ത് എല്ലാ ബ്രാഞ്ചിനും ഈക്വൽ വെയിറ്റേജ് തരുന്ന ആ ഒരു സിലബസ് തന്നെയാവും PSC ഫോളോ ചെയ്യുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, അതായത് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളത് ഒരു പ്രോട്ടോക്കോളൊന്നുമല്ല, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടുള്ളത് സിലബസ് മനസ്സിലാക്കണം. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ കഴിഞ്ഞ സിലബസ് എടുത്ത് സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇപ്പോൾ സിവിൽ ബ്രാഞ്ചാണ് നിങ്ങളെങ്കിൽ സിവിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, സിവിലിൽ ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം, മിക്കിൽ ഏതൊക്കെ പഠിക്കണം, കെമിക്കൽ ഏതൊക്കെ പഠിക്കണം, ജോബ് റിലേറ്റഡ് ടോപ്പിക്സ്, സിലബസ് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനത്തെ ചോദ്യങ്ങൾ, എത്ര ചോദ്യങ്ങൾ, ഇത് മനസ്സിലാക്കാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു നമ്മുടെ ഈ ഒരു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഈ അനാലിസിസും സിലബസ് ഡിസ്കഷനും വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ്, നിങ്ങൾ പോയിരുന്ന് അത് ഡേറ്റ് തപ്പിയെടുത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അതിനുശേഷം ചെയ്യാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബ്രാഞ്ച് അല്ലാത്ത 2 ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ടായതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ട ക്ലാസ്സസ് അല്ലെങ്കിൽ വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾക്കറിയാവുന്ന സബ്ജക്റ്റുകൾ കുറവ് സമയം കൊടുത്ത്, അറിയാത്ത സബ്ജക്ട്സിന് കൂടുതൽ സമയം കൊടുത്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. ഷോർട്ട് നോട്ട്സും സബ്ജക്റ്റ് നോട്ട്സും വേണം. ടൈം മാനേജ് ചെയ്ത് തന്നെ പഠിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ എഴുതേണ്ടത് സബ്ജക്ട്സിന് ടെസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്തുകൊണ്ടാണ് ഇത്രയും വേഗം, ഇതിന് മുമ്പ് അടുത്ത വർഷം ലിസ്റ്റ് തീരത്തുള്ളൂ, ഇപ്പോഴേ ഇതിൻ്റെ വീഡിയോസ് ചെയ്തല്ലേ, ഇപ്പോഴേ നിങ്ങൾക്ക് ഇങ്ങനൊരു കോഴ്സ്, ഇങ്ങനൊരു പരീക്ഷ വരാൻ പോകുന്നു എന്നൊരു ബോധവൽക്കരണം നടത്തി നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ്? അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഫിഗർ. നിങ്ങൾ നോക്കിക്കോളും. നമുക്ക് വലിയ, അതായത് ചെറിയ സ്റ്റെപ്പുകൾ ആദ്യം തന്നെ ഇപ്പം നിങ്ങൾ ഒരു കാമായിട്ടുള്ള, ഇപ്പം കെമിക്കൽ മെക്കാനിക്കലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷനില്ല, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, എക്സാം ഡേറ്റ് വന്നിട്ടില്ല. നിങ്ങൾക്ക് പതുക്കെ പഠിക്കാൻ തുടങ്ങും. സിലബസ് എടുത്ത് പതുക്കെ ഓരോ ടോപ്പിക്സും സമയമെടുത്ത് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് സ്മോളർ സ്റ്റെപ്സ് നോക്കിക്കേ. ഈ ഏണി കയറുന്ന ഒരു 2 മനുഷ്യരാണുള്ളത്. ഒരാൾക്ക് ചെറിയ അടുപ്പിച്ചുള്ള സ്റ്റെപ്പുകളും ഒരാൾക്ക് ദൂരെയുള്ള സ്റ്റെപ്പുമാണ്. ആരായിരിക്കും വേഗം കയറുക? ഈ ചെറിയ സ്റ്റെപ്പുള്ള ആൾക്ക് അനായാസം ഈ ഒരു ലാഡർ കയറി പോകാൻ പറ്റും. പക്ഷേ ഇയാൾക്കാണെങ്കിൽ കുറച്ച് എഫേർട്ട് എടുക്കണം. അതായത് നമ്മൾ എപ്പോഴും ചെറിയ സ്റ്റെപ്സ് എടുത്ത് മുന്നേ തയ്യാറെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് പരീക്ഷയും നമുക്ക് അനായാസം നേരിടാൻ കഴിയും എന്നുള്ള ഒരു ഐഡിയ ആണ് ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പം നമ്മളെപ്പോഴും ചെറിയ സ്റ്റെപ്പുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് മനസ്സിലാക്കേണ്ട നിങ്ങളുടെ കയ്യിലുണ്ടാവേണ്ട ഒരു മന്ത്രമാണിത്. ലേൺ, ടെസ്റ്റ്, റിവൈസ്. പഠിക്കുക, അത് പഠിച്ചത് ടെസ്റ്റ് ചെയ്ത് നോക്കുക, റിവൈസ് ചെയ്യുക. ലേൺ, ടെസ്റ്റ്, റിവൈസ്. ഇത് നിങ്ങളുടെ ജേർണിയിൽ ത്രൂ ഔട്ട് ഒരു സൈക്കിൾ പോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനും റാങ്ക് ലിസ്റ്റിൽ വരാനുമായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ് നമുക്കിപ്പം നമ്മുടെ ഒരു വാട്ടർ അതോറിറ്റി എക്സാമിനെ കുറിച്ചിട്ടും അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളുമായിട്ട് പറയാനുള്ളത്. സോ നമ്മുടെ എൻട്രിയിൽ വാട്ടർ അതോറിറ്റി കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സിവിൽ സെപ്പറേറ്റ്, മെക്കാനിക്കൽ, കെമിക്കൽ 3 സെപ്പറേറ്റ് ആയിട്ട് അതാത് അധ്യാപകരാണ് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ബോർഡ് ക്ലാസ്സസ് ആയിരിക്കും. സോ ദാറ്റ് ഒരു അധ്യാപകർ നിങ്ങളുടെ മുന്നിൽ വന്നെന്ന് സംസാരിച്ച് പഠിപ്പിക്കുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മുടെ വാട്ടർ അതോറിറ്റി കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഫോം അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സിലബസ് അനാലിസിസ് വേണം, അതുപോലെ തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വേണം. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. സോ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.